ഓൺലൈനിൽ പഠിക്കണോ ഓഫ്ലൈനിൽ പഠിക്കണോ എന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ വിളിക്കാറുണ്ട്. ചില ആൾക്കാർ ചോദിക്കുന്ന കാര്യം ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ ബെറ്റർ എന്ന് ചോദിക്കാറുള്ള ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേതാ ബെറ്റർ എന്നുള്ള കാര്യം ശരിക്കും പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം. കാരണം ഓൺലൈൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും ഉണ്ട്. സെയിം വേ ഓഫ്ലൈൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും ഉണ്ട്. സോ ഇത് വെച്ചിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആവുന്നത് ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഒരു 5 വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ദർ വാസ് ഓൺലി ഓഫ്ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തിരഞ്ഞെടുപ്പ് എന്നുള്ളൊരു കഷ്ടപ്പാട് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് പഠിക്കണം എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ഓഫ്ലൈൻ്റെ ഡിസഡ്വാൻറ്റേജുകളെല്ലാം സഹിച്ച് ഓഫ്ലൈനിൽ പോയി നിന്ന് പഠിക്കുക എന്നുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ താങ്ക്സ് ടു കോവിഡ്, താങ്ക്സ് ടു ലോക്ക്ഡൗൺ, താങ്ക്സ് ടു ജിയോ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഓൺലൈൻ ഭയങ്കര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് ഓൺലൈൻ ഓപ്ഷൻസ് ഉണ്ട്. ഓഫ്ലൈൻ പറ്റാത്ത ആളുകൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്ഷനായിട്ട്, അല്ലെങ്കിൽ ഒരു കമ്പയർ ചെയ്യാൻ പോകുന്ന ഒരു ഓപ്ഷനായിട്ട് ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം ഓൺലൈൻ വെച്ച് തുടങ്ങാമെന്ന് വിചാരിക്കാം. ഓൺലൈനിൽ വാട്ട് ഈസ് അഡ്വാൻറ്റേജസ്? ബേസിക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ അഫോർഡബിൾ ആണ്. നമ്മുടെ വീട്ടിലിരുന്ന് പഠിക്കാം. നമ്മുടെ സ്വന്തം നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എബിലിറ്റീസ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ കോഴ്സുകളും ഇപ്പോൾ ഡോപ്പയിൽ ഓൺലൈൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 15,000 റുപ്പീസേ ഉള്ളൂ, അതായത് 15,000 രൂപയേ ഉള്ളൂ. ഓഫ്ലൈനിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഓൾമോസ്റ്റ് 78,000-80,000 റുപ്പീസിലേക്ക് മാറും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ഇരട്ടി അല്ലെങ്കിൽ 5 ഇരട്ടി വ്യത്യാസമുണ്ട് ഓൺലൈനും ഓഫ്ലൈനും തമ്മിലെന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കിപ്പോൾ ഓൺലൈൻ ഒരു അഫോർഡബിൾ ചോയ്സ് എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓൺലൈൻ്റെ അഫോർഡബിലിറ്റി വലിയ ഫാക്ടറാണ്. ഒരുപാട് ആൾക്കാർ ഓൺലൈൻ സെലക്ട് ചെയ്യാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. കാരണം ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഒഴിവാണ്. കാരണം 10% സ്കോളർഷിപ്പ് അല്ലെങ്കിൽ 20% സ്കോളർഷിപ്പ് ഓഫ്ലൈനിൽ കിട്ടുന്നതും ഓൺലൈനിൽ കിട്ടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമുക്ക് ഓൺലൈൻ ഭയങ്കര അഫോർഡബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ എവിടെയൊക്കെ പോയാലും എന്തൊക്കെ കിട്ടിയാലും എത്ര നല്ല സൗകര്യങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മുടെ വീട്ടിലെ ഫുഡോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ റൂമോ നമ്മുടെ വീട്ടിലുള്ള ആംബിയൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഒരിക്കലും ഒരു ഹോസ്റ്റലിൽ നിന്ന് മറ്റൊന്നും ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അതോടുകൂടി തന്നെ നമ്മുടെ സ്വന്തം ഷെഡ്യൂളിൽ ഇപ്പോൾ നിങ്ങൾ രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ച് രാവിലെ കിടന്നുറങ്ങുന്ന ആളാണെങ്കിലും, രാവിലെ മുഴുവൻ ഇരുന്ന് പഠിച്ച് രാത്രി കിടന്നുറങ്ങുന്ന ആളാണെങ്കിലും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർമീഡിയൻ്റ് ബ്രേക്ക് എടുക്കുന്ന ആളാണെന്ന് പുറത്ത് നടക്കുന്ന ആൾക്കാരാണ്, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ചെറിയ ചെറിയ ഹോബീസ് ഉണ്ട്. വലിയ ഹോബീസിനൊന്നും നീറ്റ് പ്രിപ്പറേഷൻ്റെ ഇടയിൽ സമയമില്ല കേട്ടോ, അത് ആദ്യം പറയാം. കുഞ്ഞു എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനും നമുക്കൊരു റിലാക്സ്ഡ് മൈൻഡിൽ മുന്നോട്ട് പോകാനൊക്കെ ഓൺലൈൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓൺലൈനിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം. കാരണം നമ്മളൊരു റിലാക്സ്ഡ് മൈൻഡിലായി പോകാനുള്ള സാധ്യതകൾ ഓൺലൈനിൽ കൂടുതലാണെന്നുള്ളതാണ്. നമ്മളിങ്ങനെ അറിയാൻ വേണ്ടി പറ്റും. ഈ ഒരു ആട്ടും കൂട്ടത്തിനെയൊക്കെ മേച്ച് പോകുന്ന ഒരു സാധനം ഉണ്ടാവും അല്ലേ. അപ്പോൾ വലിയ കൂട്ടമായിട്ടുള്ള ഒരു ആടിനെ മേച്ച് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ആട്ടിടയൻ ഇങ്ങനെ പുറകെ നടന്ന് ജസ്റ്റ് ഇങ്ങനെ ആടിനെ ഹോയ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ഓടിച്ചിങ്ങനെ വിടും. അപ്പോൾ ഈ ആടുകളെല്ലാവരും ഈ പുറകെ നടന്ന് ഇങ്ങനെ നയിച്ചു പോകുന്ന ആളുടെ ഒരു ഇതിനകത്തല്ല പോവുക, ആ ഒരു കൂട്ടത്തിൻ്റെ എഫക്റ്റിൽ ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പോൾ അതിനൊരു ശരിക്കും ഒരു മാജിക്കൽ പവർ ഉണ്ട്, ഒരു കൂട്ടം എന്നുള്ളൊരു കാര്യത്തിൽ. പക്ഷേ ഒരു ആട് ഒറ്റയ്ക്ക് നടക്കുന്ന ആരും ആലോചിച്ചൊക്കെ, ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഒന്നിങ്ങനെ നടന്നു കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന്, ഒന്ന് അവിടെ കുറച്ച് നേരം കടിച്ച് ഇവിടെ കുറച്ച് നേരം കടിച്ച്, പിന്നെ കുറച്ച് നേരം ഒന്ന് തിരിച്ച് അവിടെ തന്നെ വന്ന് നിന്ന്, അതായത് ദേ വിൽ നോട്ട് ബി മൂവിങ്. അപ്പോൾ ഒരു കൂട്ടം ഇല്ല, നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു കാര്യം അവിടെ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യമാണ്. ഈ കൂട്ടത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും? കൂട്ടം പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, പക്ഷേ കൂടുതൽ സമയത്തും കൂട്ടങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ വരാറില്ല. കാരണം നമ്മൾ പഠിക്കാണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ പഠിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടാവുക, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എനിക്ക് 10ാം റാങ്കും എൻ്റെ കൂടെ പഠിക്കുന്ന ആൾക്ക് 1ാം റാങ്കും വന്നു വിചാരിക്കും. ഇപ്പോൾ ഈ 1ാം റാങ്കുകാരൻ എന്നേക്കാൾ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 100 ഒരുമിച്ചിരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ 100ാമതായി പോയി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും മറ്റുള്ളവർ എന്തെല്ലാം കാര്യങ്ങളാണ് അധികം ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പോസിറ്റീവ് സ്ട്രെസ്സായിട്ട് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. എന്തൊക്കെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കൂടുതൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള നിലയിൽ പോസിറ്റീവ് കമ്പാരിസൺസ് അവിടെ പോസിബിളാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു പെർമിസീവ് എഫക്റ്റ് ഉണ്ട്. എല്ലാവരും പഠിക്കുമ്പോൾ കൂടെ നമ്മളും പഠിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മളും കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ള രൂപത്തിൽ ഒരു കൂട്ടത്തിൻ്റെ എഫക്റ്റ് ഓഫ്ലൈനിൽ കിട്ടാറുണ്ട്. ഓൺലൈനിൽ അത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ഓൺലൈനിൽ നമ്മളിരുന്ന് പഠിക്കുന്നുണ്ട്, നമുക്ക് വലിയ കുഴപ്പമില്ലാതെ 600, 630, 640 മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ തന്നെയാണ് ബെസ്റ്റ്. കാരണം അതിനേക്കാൾ നല്ലോണം പഠിക്കുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഓൺലൈനിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ ഡയറക്ഷൻ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന കാര്യം അറിയാൻ നമ്മൾ വൈകി പോകും. കുറേ അങ്ങ് മാറി കുറച്ച് നമുക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റാത്ത അത്ര ദൂരം നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓൺലൈനിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു 2 ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓൺലൈനിൽ പഠിക്കുന്ന സമയത്ത് ഓഫ്ലൈനിലുള്ളതുപോലെ തന്നെ ഒരു 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. എല്ലാ എക്സാംസും നമ്മൾ എഴുതുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എല്ലാ എക്സാംസും നമ്മൾ എഴുതുന്നുണ്ടോ? അതുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഓക്കെയാണ്.
രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു 12 മണിക്കൂർ നമ്മൾ ഇരിക്കുന്നുണ്ട്. 12 മണിക്കൂർ എന്ന് പറയുമ്പോൾ 720 മിനിറ്റാണ്. നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയം മിനിറ്റ് വെച്ച് എഴുതി നോക്കിയിട്ട് നമ്മൾ നോക്കണം എല്ലാ ദിവസവും 12 മണിക്കൂർ നമ്മൾ ഇരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. പിന്നെ ഇൻസ്ട്രക്ഷൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ, ഡോപ്പയിലാണെങ്കിൽ നമുക്ക് ഡെയിലി മോർണിംഗ് മീറ്റിംഗ് ഉണ്ടാവും, എല്ലാ ദിവസവും മോർണിംഗ് മീറ്റിംഗ് ഉണ്ടാവും ഇൻസ്ട്രക്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. കൂടുതലും ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ മോർണിംഗ് മീറ്റിംഗ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. നമുക്ക് അതൊരു 3 ക്രൈറ്റീരിയാസ് ഒക്കെ തന്നെ മതിയാവും. ഒരു ഇത്ര സമയം ഇരിക്കുന്നുണ്ടോ, അതായത് ഒരു 720 മിനിറ്റ് 12 മണിക്കൂർ ഇരിക്കുന്നുണ്ടോ, എല്ലാ എക്സാംസും എഴുതുന്നുണ്ടോ, ഇൻസ്ട്രക്ഷൻ്റെ മീറ്റിങ്ങുകൾ, ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാറുണ്ടോ, ഇനി നോക്കുകയാണെങ്കിൽ ഒരു 10-300 ചോദ്യങ്ങൾ വീതം പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു 4 കാര്യങ്ങൾ എല്ലാ ദിവസവും ചെക്ക് ലിസ്റ്റ് പോലെ നമ്മൾ ടിക്കറ്റ് നോക്കണം. ഇന്ന് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഇന്ന് 12 മണിക്കൂർ ഇരുന്നിട്ടുണ്ട്, ഇന്നത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഇന്ന് എക്സാം ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ എല്ലാ ദിവസവും ഫോളോ ചെയ്ത് പോകണം. എപ്പോഴെങ്കിലും ഒരു 3-4 ദിവസമൊക്കെ ഇത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മിസ്സാവുന്നുണ്ടെന്ന് കാണുകയാണെങ്കിൽ ഡേഞ്ചർ അലാറമായിട്ട് നിങ്ങൾക്ക് വേണം. ഓഫ്ലൈനിൽ നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന കൂട്ടത്തിൻ്റെ എഫക്റ്റിൽ അത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡേഞ്ചർ അലാറം അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളെ തന്നെ ഒന്നുകൂടി എന്താ പറയുക ബൂട്ട് സ്ട്രാപ്പ് ചെയ്യാന്ന് പറയുക, ഒന്നുകൂടി ഒന്ന് അരയും തലയൊക്കെ മുറുക്കി കെട്ടി ഒന്നുകൂടി ഒന്ന് ശരിയാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഓഫ്ലൈനിലേക്ക് മാറാമെന്നുള്ള. ഓഫ്ലൈനിൽ കുറച്ചധികം സാധനങ്ങളുണ്ട്. ഓഫ്ലൈനിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ചു പറഞ്ഞാൽ മതി. ഓഫ്ലൈനിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൻ്റെ എഫക്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എപ്പോഴും ഒരു ആട്ടിടയൻ ഉണ്ടാവും, അയാളിങ്ങനെ നമ്മളെ തെളിച്ച് കിടക്കും. കുറേ കുട്ടികൾ ഒരു ഗ്രൂപ്പായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു കാര്യം ഓഫ്ലൈനിൽ എന്തായാലും കിട്ടുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് കമ്പാരിസൺസ് അത് കിട്ടും. അതോടൊപ്പം എൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ള കാര്യം നെഗറ്റീവ് കമ്പാരിസൺസ് ആണ്. പോസിറ്റീവ് കമ്പാരിസൺസ് കിട്ടും എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് എന്നേക്കാൾ മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവൻ എന്നേക്കാൾ കൂടുതൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവൻ്റെ മെൻറ്റാലിറ്റിയും എൻ്റെ മെൻറ്റാലിറ്റിയും തമ്മിൽ ഡിഫറൻസുകൾ എന്താണ്, അങ്ങനെ പോസിറ്റീവ്ലി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇനി അഥവാ നമ്മൾ മടി പിടിക്കണം തോന്നുകയാണെങ്കിലും കൂടുതൽ ആൾക്കാർ പഠിക്കുന്ന കാണുമ്പോൾ നമ്മൾ മടി പിടിക്കാതെ മുന്നോട്ട് പോകുന്നതിൻ്റെ സാധനങ്ങളുണ്ടാവും. ഈ വർഷം ഡോപ്പയുടെ റെസിഡൻഷ്യൽ ബാച്ചിലെ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ എക്സാമിന് പോകുന്നതിന് മുന്നേ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കാൻ്റെ ഒക്കെ എടുത്ത് ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ ഒരു പോസിറ്റിവിറ്റി പമ്പ് ചെയ്തിട്ട്, അതായത് നമ്മൾ അധ്യാപകർ എത്രത്തോളം മെൻറ്റേഴ്സ് എത്രത്തോളം പോസിറ്റിവിറ്റിയോടെ കൊടുക്കുന്നുണ്ടോ അതിൻ്റെ ഇരട്ടി പോസിറ്റിവിറ്റി ചുറ്റും ഇരുന്ന് പരീക്ഷ എഴുതിയ ഫ്രണ്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഈ പോസിറ്റീവായിട്ടുള്ള ഫ്രണ്ട്സ് നമ്മുടെ കൂടെ നടക്കുമ്പോൾ കിട്ടുന്നതിൻ്റെ അഡ്വാൻറ്റേജ് വേറെ തന്നെയാണ്. നെഗറ്റീവ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വീടിൻ്റെതായിട്ടുള്ള ഒരു ആംബിയൻസ്, നമ്മുടെ ഒരു ഓൺ ആംബിയൻസ് നമുക്ക് മിസ്സാവും. പിന്നെ ബേസിക്കലി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. ഈ ആംബിയൻസ് മിസ്സായാലും നമ്മൾ വീട്ടിൽ നിന്ന് മാറി പുതിയൊരു സ്ഥലത്ത് വന്ന് താമസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ പുതിയ സ്ഥലം നമ്മളുടെ വീടാക്കി മാറ്റാൻ വേണ്ടി പറ്റും. വി ഹാവ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്. അങ്ങനെ വിചാരിച്ചാൽ മതി. ആ ഹോം സിക്നെസ്സിൻ്റെ ഒക്കെ ഒരു പീരീഡ് ഉണ്ട്, ഒരു 2 വീക്സ് ടൈം. അത് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ പുതിയ വീട് എന്നുള്ള രൂപത്തിൽ വളരെ പോസിറ്റീവായിട്ട് എടുത്ത് അതിനെ കണ്ടാൽ മതി എന്നുള്ള കാര്യത്തില്ല. രണ്ടാമത്തെ കാര്യമാണ് ഈ ഫ്രീഡം എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് നിങ്ങൾക്ക് രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കണം, പകൽ മൊത്തം കിടന്നുറങ്ങണം, അത് ചിലപ്പോൾ പോസിബിൾ ആയിക്കൊള്ളുന്നില്ല. ഡോപ്പയിൽ ഒരു പരിധി വരെയൊക്കെ നമ്മൾ ലിമിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ രാവിലെ എണീക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ശരിക്കും 8:30 എണീറ്റാൽ മതി. രാവിലെ 8:30 വരെ നിങ്ങൾക്ക് കിടന്നുറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 9 മണിക്ക് ക്ലാസ് തുടങ്ങുള്ളൂ. രാത്രി ഇരുന്ന് പഠിക്കുന്ന ആൾക്കാർക്ക് 9 മണിക്ക് ക്ലാസ്സിലെത്തിയാൽ മതി എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഥവാ ഇനി 4:30 എണീറ്റ് പഠിക്കണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രാത്രി 10:30 തന്നെ ക്ലാസ് റൂമിൽ നിന്ന് പോയിട്ട് നിങ്ങൾക്ക് രാവിലെ വന്നിരുന്നിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡോപ്പയിൽ ഡേ ബാച്ച് നൈറ്റ് ബാച്ച് എന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിലിരിക്കുന്നത് പോലെ അങ്ങനെ ഒരു അൾട്ടിമേറ്റ് ഫ്രീഡം എന്നുള്ളൊരു സാധനത്തിലേക്ക് ചിലപ്പോഴേ നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ അത് ഡെഫിനറ്റ്ലി ഒരു പോസിറ്റീവ് സാധനത്തിലായിരിക്കും പോകുന്നുണ്ടാവും. കാരണം നമ്മൾക്കിങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി നമ്മളത് ഫോളോ ചെയ്ത് പോകുന്നുണ്ടാവും. എക്സാം ഒന്നും സ്കിപ്പ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഓൺലൈനിൽ പറഞ്ഞ ഇത്ര സമയം ഇരിക്കണം, ഇത്ര പ്രാക്ടീസ് ചെയ്യണം, ഇത്ര എക്സാം എഴുതണം, എല്ലാ മെൻറ്റർഷിപ്പ് മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓഫ്ലൈനിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നടക്കുന്നുണ്ടാവും എന്നുള്ളൊരു കാര്യങ്ങളാണ്. സോ ഇതൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ എവിടെ ജോയിൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരാം. ഡോപ്പയിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകളുണ്ട്. ഇനി ഓഫ്ലൈൻ തന്നെ 2 സിസ്റ്റത്തിലുണ്ട്. ഓഫ്ലൈൻ കംപ്ലീറ്റ്ലി ക്ലാസ്സുകൾ കൊടുക്കുന്ന തരത്തിലുണ്ട്. അതായത് രാവിലെ 9 to 5 നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്ന രൂപത്തിൽ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്കോ ഹോസ്റ്റലിലേക്കോ പോയി അവിടെ ഇരുന്ന് പഠിക്കാവുന്ന രൂപത്തിലേക്കുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ റെസിഡൻഷ്യൽ സിസ്റ്റം ഉണ്ട് ഓഫ്ലൈനിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു സ്ഥലത്ത് തന്നെ സ്പെഷ്യലായിട്ട് റെസിഡൻഷ്യൽ ഈസ് എ വെരി സ്പെഷ്യൽ സിസ്റ്റം, വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു സാധനമാണ്. അവിടെ നിങ്ങൾക്ക് വന്നിരുന്നിട്ട് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ വേണ്ടി പറ്റും. പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് സമയം കിട്ടും. അതാണ് റെസിഡൻഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ആൻഡ് ഇത് പറ്റാത്ത ആൾക്കാർക്ക് ഓൺലൈൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ്, സാർ ഇതിൽ ഏതാണ് ഞാൻ എടുക്കേണ്ടത്, ഏതായാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ ഓഫ്ലൈൻ എടുക്കുക എന്ന് പറയും. ഓഫ്ലൈൻ എടുക്കാൻ പറ്റാത്ത ആളുകൾ സാഹചര്യങ്ങൾ കൊണ്ട്, മേ ബി ഫിനാൻഷ്യലായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും സിക്നസ്സുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ വരാൻ പറ്റാത്ത കാരണം കൊണ്ടായിരിക്കാം, അങ്ങനെയുള്ള ആളുകൾക്ക് ഈക്വലി ഓൺലൈനും കൂടെ അവൈലബിൾ. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഒരു 5 കൊല്ലം മുന്നേ വരെ ഇങ്ങനെ ഓഫ്ലൈനിൽ വരാൻ പറ്റാത്ത ആളുകൾക്ക് പഠിക്കാനുള്ള അവസരമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ദർ ഈസ് ഡെഫിനറ്റ്ലി അവസരം ഓൺലൈൻ അവിടെ കിടക്കുന്നുണ്ടെന്നുള്ള. പിന്നെ ഓൺലൈൻ മടിയാണ്, അതുകൊണ്ട് ഞാൻ ഓൺലൈൻ എടുക്കാം. ഹോസ്റ്റലിലൊക്കെ പോയി നിന്ന് ഒരുപാട് പഠിക്കേണ്ടി വരും, അത്ര പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ഓൺലൈൻ എടുക്കാം. അങ്ങനെ ഓൺലൈൻ എടുക്കാൻ വേണ്ടി നിൽക്കരുത്. അത് നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനമാണ്. അപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഓഫ്ലൈൻ പറ്റുന്നില്ല, ഡെഫിനറ്റീവ് ആയിട്ടുള്ള കാരണം ഉണ്ടെങ്കിൽ ഓഫ്ലൈൻ പറ്റുന്നില്ല എന്നുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഓൺലൈൻ നിങ്ങൾ എടുക്കേണ്ട ആൾക്കാരുണ്ടാവുക.
ആൻഡ് ബേസിക്കലി നിങ്ങൾ യു ഹാവ് ടു ഡു മോർ വർക്ക് ഇൻ ഓൺലൈൻ. ഓഫ്ലൈനിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പണിയെടുത്തെങ്കിലേ നമുക്ക് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, മാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ ബാക്കി എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്ന ഓൺലൈൻ ഓഫ്ലൈൻ ഡിഫറൻസുകൾ ആൻഡ് വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? നിങ്ങൾ തന്നെ പല ആളുകളും ഓൺലൈനിലും ഓഫ്ലൈനിലും പഠിച്ച ആളുകളായിരിക്കും. നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിലേക്ക് ഇട്ടോ, ബാക്കി ആൾക്കാർക്കും കൂടി ഉപകാരം ആയിക്കോട്ടെ. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാം. ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇടുക. ആൻഡ് അടുത്ത വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. ബൈ, സീ യു.